പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പെൽവിക് ഏരിയയിൽ ഉണ്ടാകുന്ന പെയിൻ എങ്ങനെ മാനേജ് ചെയ്യാന്ന്. ആ ഒരു ലോ ബാക്ക് പെയിന് എന്തുകൊണ്ട് വരുന്നത് എന്ന് വെച്ചാല് അതിന്റെ ആ ഒരു മസിൽസിന് ഉണ്ടാകുന്ന സ്ട്രെയിൻ അല്ലെങ്കിൽ സ്പ്രൈന് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് റിലേറ്റ് ചെയ്തൊക്കെ ആ ഒരു മസിൽസിന് പെയിൻ ഉണ്ടാവാം. പിന്നെ അതേപോലെ നെർവ് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന പെയിൻ എങ്ങനെയെന്ന് വെച്ചാല് ഒരു കുത്തുന്ന ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇറിറ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ പോലെ ഒരു ഫീൽ ആയിരിക്കും ആ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാല് നെർവ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് കാരണമാണ്. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാരണവും ആ ഒരു ഭാഗത്ത് പെയിൻ വരാം. കിഡ്നി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നോർമലി ആ ഒരു പെൽവിക് ഏരിയയിൽ പെയിൻ കാണാറുണ്ട്. പിന്നെ ഗൈനക്കോളജി റിലേറ്റ് ചെയ്തിട്ട് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഒവേറിയൻ സിസ്റ്റ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് ഇതൊക്കെ കാരണം ആ ഒരു ഭാഗത്ത് നല്ലൊരു പെയിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അതർ കണ്ടീഷൻസ് എന്തെന്ന് വെച്ചാല് കിഡ്നി സ്റ്റോൺസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഹെർണിയ ഉള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള പെയിൻ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഹോം റെമഡി അല്ലെങ്കിൽ സെൽഫ് കെയർ എന്തെന്ന് വെച്ചാല് ആ ഒരു ടൈമില് ആ ഒരു സമയത്ത് പെയിൻ ഉണ്ടാകുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ആ ഭാഗത്ത് ഉണ്ടാകുന്ന അക്യൂട്ട് ആയിട്ടുള്ള പെയിൻ ആണെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടതിന് അതിന് ഐസ് പാക്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ പെയിൻ റെഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ആ ഒരു മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹീറ്റ് പാക്ക് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ആ ഒരു ഭാഗത്ത് നല്ലൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ടുവരാം. ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ കൊണ്ടുവന്നാൽ ആ ഒരു ഭാഗത്ത് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ നല്ലൊരു സംഭവമാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമ്മൾ നോർമലി ഇരിക്കുമ്പോഴും അതേപോലെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പൊക്കുമ്പോഴൊക്കെ നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള പൊസിഷന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു ഇമോഷൻസ് കാരണം നിങ്ങൾക്ക് ആ ഭാഗത്ത് പെയിൻ വരാറുണ്ട്. അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം. ഇത്തരം കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങളുടെ ആ ഭാഗത്തുണ്ട് പെയിൻ കുറയുന്നില്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു.